യുദ്ധം നിർത്തിവെച്ചത് ഫുട്ബോൾ കളി കാണാനാണ്. ലോകം കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോക്കി താരമാണ് നമ്മുടെ നാട്ടിൽ വളർന്ന ശ്രീജീൽ. ഇവിടെ മഹാത്മാഗാന്ധിന്റെ സുരേന്ദ്ര സാർ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം മൂന്ന് ടീമുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യം ജയിക്കണമെന്നാ എൻ്റെ മനസ്സിൽ. എൻ്റെ കളിയല്ല എനിക്ക്, ഞാൻ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കാൻ തയ്യാറാണ്. എങ്ങനെ എൻ്റെ സുഹൃത്ത് സ്റ്റീഫന് തോന്നി കേരളത്തിലെ കളി കാണണം, പക്ഷേ മീറ്റിംഗ് പോകാൻ വേണ്ടി പെർമിഷൻ ഇല്ല. മന്ത്രപാടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ലോകപ്രസിദ്ധനായ കാർൽ മാർക്സ് ആദ്യമായ ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാവരും ഇതിനെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. അടുത്തത് നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് നിർവഹിക്കുന്നത്. കേരള രാഷ്ട്രീയ നഭസിലെ അഴിമതി കറ ഏൽക്കാത്ത തങ്ക നക്ഷത്രം, മുൻ MLA-യും CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ഫുട്ബോൾ മേഖലയെ സംബന്ധിച്ച് അറിവിൽ അതികായനായ അദ്ദേഹം ജനയുഗത്തിലെ കളിയെഴുത്തുകാരൻ കൂടിയാണ്. പ്രാദേശിക തലം മുതൽ അന്തർദേശീയ തലം വരെയുള്ള ഫുട്ബോൾ ചരിത്രത്തെ തൻ്റെ തലച്ചോറിൽ ആവഹിച്ചിരുത്തിയിട്ടും തലക്കനമില്ലാത്ത മാതൃക നേതാവിനെ ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ വലിയ സുഹൃത്ത്, തിരുവനന്തപുരത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇപ്പോൾ കുറേയായി വേറിട്ട MP സുരേന്ദ്ര സാറ്, ഈ ഫൗണ്ടേഷൻ രൂപപ്പെടുത്തിയെടുത്ത സ്റ്റീഫൻ, എനിക്ക് അത്ഭുതം തോന്നുക എങ്ങനെ ഇങ്ങനൊരു തോന്നലുണ്ടായിരുന്ന. ഈ കേരളത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമുക്ക് തിരുവിതാംകൂറിൽ കേണൽ ഗോതോർമര പെട്ട കക്ഷിയായിരുന്നു. പിന്നെ തങ്കപ്പൻ, ഇതൊക്കെ അസോസിയേഷൻ്റെ പ്രമുഖരായ ആളുകളായിരുന്നു. അവർക്കൊന്നും തോന്നാത്ത ഒരു കാര്യം എങ്ങനെ എൻ്റെ സുഹൃത്ത് സ്റ്റീഫന് തോന്നി. അന്നെനിക്ക് ഒരുപാട് തിരക്കുള്ള സമയം അദ്ദേഹം വന്നത്. പക്ഷെ എന്നിട്ടും നമ്മളൊരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സംസാരിച്ചപ്പോൾ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ നിങ്ങൾ വിളിക്കായെന്നാണ്. ഇതൊരു വല്ലാത്ത ബന്ധമായി, ഫുട്ബോളിൻ്റെ ബന്ധം. നമ്മൾ 11 കളിക്കാർ പരസ്പരം പാസുകൾ കൈമാറുന്ന ഒരു ബന്ധമില്ലേ, ആ ബന്ധമാണല്ലോ നമ്മുടെ മനസ്സിനകത്തുള്ളത്. ഫുട്ബോളിൽ നമ്മൾ ജയിക്കും തോക്കും, കഴിഞ്ഞാൽ നമ്മൾ കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് വരും. എത്ര വലിയൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയത്. ലോകത്തിൽ അതുപോലെ വേറെ വല്ലതുണ്ടോ? നമ്മുടെ നാടാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കഥ പറയാനുണ്ട്. HMC ഫുട്ബോൾ ക്ലബ്ബ് നമ്മുടെ നാട്ടിലാണ്. HMC ഫുട്ബോൾ ക്ലബ്ബ്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഫുട്ബോൾ ക്ലബ്ബ്, HMC. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെല്ലാവരും മനുഷ്യരായി പെരുമാറണം. മനുഷ്യൻ്റെ സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഫുട്ബോളിൽ കാണിച്ചത്. ഞാൻ ഈ വിക്ടർ മഞ്ജരേൻ്റെ കളി പഴയ കാലത്ത് കണ്ട് ഞാൻ ഓർക്കുക. അദ്ദേഹം പോസ്റ്റിൽ വന്ന് നിന്നാൽ എങ്ങനെ ഗോളടിക്കുമെന്നൊരു സംശയം. ഏത് ഭാഗത്തും വരുന്ന ഒരാളാണ്. ലോക ഫുട്ബോളിൽ അതുപോലൊരു പ്രധാനി ഉണ്ടായിരുന്നു, കറുത്ത ചിലന്തി എന്ന് പറയുന്ന ലബിയാഷി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് വേൾഡ് കപ്പിൽ മികച്ച ഗോൾ കീപ്പർക്ക് അവാർഡ് കൊടുക്കുന്നത്. ലബിയാഷിൽ എന്ന് പറയുന്ന കളിക്കാരൻ, അദ്ദേഹം കറുത്ത ചിലന്തി തന്നെയാണ്, എല്ലാം കറുത്ത. ഏത് ബോൾ വന്നാലും മാങ്ങ പറിക്കും പോലെ ബോൾ പിടിക്കും. പെലെ പറഞ്ഞു, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ പോസ്റ്റ് ഒരു ഗോളടിക്കണം. പക്ഷേ ഗോളടിക്കാൻ സന്ദർഭം ഉണ്ടായില്ല, അത് മറ്റൊരു കാര്യം.
നമ്മൾ ഫുട്ബോളിൽ ഓരോരുത്തരെ മനസ്സിൽ പൂജിക്കുക. മനസ്സിൽ പൂജിച്ച ആളായ വിക്ടർ മഞ്ചില. മാത്രമല്ല, നിങ്ങൾ മണിയുണ്ടല്ലോ, നമ്മുടെ കേരളത്തിന് ആദ്യമായി 73-ൽ സന്തോഷ് ട്രോഫി വാങ്ങിക്കൊടുത്ത മണി കണ്ണൂരിൽ ജിംഖാനൊക്കെ കളിക്കുമ്പോൾ നല്ല സ്റ്റോപ്പർ ബാക്കായിരുന്നു. അന്ന് 3 ബാക്ക് അസിസ്റ്റായിരുന്നു, സ്റ്റോപ്പർ ബാക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ മണി നിന്നാൽ പിന്നെ ആർക്കും പന്ത് കൊണ്ട് പോകാൻ കഴിയില്ല. ആ മണിയെ മാറ്റിയെടുത്ത് ഏറ്റവും വലിയ ഗോൾഡി പേരിനാക്കി. അതാ ഒരു കോച്ചിൻ്റെ ഏറ്റവും വലിയ വൈദഗ്ധ്യത. ഒരു കോച്ച് ഓരോ കളിക്കാരൻ്റെയും ചലനങ്ങൾ പരിശോധിച്ച് അവനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് തീരുമാനിക്കുന്ന കോച്ചാണ്. കോച്ചിൻ്റെ വൈദഗ്ധ്യമാണ് സൈമൺ സുന്ദർരാജ്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യമാണ് ഇദ്ദേഹത്തെ മാറ്റി ഫോർവേഡാക്കിയത്. അതിൻ്റെ ഗുണം എന്താ? കേരളത്തിന് ആദ്യമായി സന്തോഷ് ട്രോഫി കിട്ടി. നമ്മളെ ഫുട്ബോളിൻ്റെ കഥ പറയുമ്പോൾ കേരളത്തിലെ കളിക്കാർ, ഇപ്പോൾ സുരേന്ദ്ര സാർ ഇവിടെ പറഞ്ഞ ശരിയല്ലേ, നമുക്ക് രാജ്യത്ത് ഏറ്റവും വലിയ കളിക്കാരെ അയക്കാൻ പറ്റുന്ന ഒരു നാടായി ഈ നാട്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന കേരളമാണ്. ഇന്ത്യൻ ഫുട്ബോളിൽ ജമ്മം കൽക്കത്തയാണ് നമ്മളെ കളിത്തൊട്ടിൽ. ഈ നാട്ടിൽ നമുക്ക് എന്ത് ഫുട്ബോളിന് ഇതുപോലൊരവസ്ഥ ഇപ്പം നമ്മൾ ആലോചിക്കുന്നതല്ലേ. നമ്മൾ പോയി ഇവിടെ നിന്ന് പോയിട്ട് ഡ്യൂറൻ്റ് കപ്പും റോവേഴ്സ് കപ്പും EFL ഷീൽഡിലും നമ്മൾ പോയി കളിക്കുമ്പോൾ നമ്മളെ കളി കണ്ടിട്ട് ആവേശത്തോടെ, ഞാൻ ഓർക്കുക, നമ്മളെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മീറ്റിംഗ് നടക്കുക. മീറ്റിങ്ങിൽ BB രാഘവനും ഞാനും ഉണ്ട് മീറ്റിംഗ്. അന്ന് കേരളത്തിൻ്റെ കളിയാണ് ഡ്യൂറൻ്റ് കപ്പിൽ. കേരളത്തിൻ്റെ കളി കാണണം, പക്ഷേ മീറ്റിംഗ് പോകാൻ വേണ്ടി പെർമിഷൻ ഇല്ല. അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് പോയി മാർക്കറ്റിൽ പോയി ഒരു പോക്കറ്റ് റേഡിയോ വാങ്ങി. കമൻട്രി ഞാൻ 10 മിനിറ്റ് കേൾക്കും, എന്നിട്ട് മെല്ലെ BBക്ക് കൊണ്ട് കൊടുക്കും. BB ഫുട്ബോൾ ഭ്രാന്തനാണ്. അദ്ദേഹം ബാക്കി കേൾക്കും, പിന്നെ ഞാൻ കേൾക്കും. അവസാനം സെക്രട്ടറി പിടിച്ച് നമ്മളെ വാൺ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കും കളി കാണണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ, കമ്മിറ്റിയല്ലേ. ഫുട്ബോളിൻ്റെ ഒരു ഭ്രാന്ത. ആ ഭ്രാന്ത് നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് നിൽക്കുന്നത്? നമ്മളിപ്പം ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ. ഒളിമ്പിക്സ് ഫുട്ബോളിനെ കുറിച്ച് ഇപ്പം അത്ര വലിയ ആവേശം നമുക്കുണ്ടോ? നമ്മൾ ഫിഫ കപ്പും ഒളിമ്പിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് പ്രൊഫഷണൽ ഫുട്ബോളാണ്, അത് അമച്വറാണ്. അമച്ചർ ഫുട്ബോൾ 3 കളിക്കാരനെ മാത്രമാണ് പ്രധാന കളിക്കാരൻ അതിൽ ചേർക്കുക, ബാക്കിയെല്ലാം അമച്ചർ പ്ലേയേഴ്സാണ്. അതാ ഒളിമ്പിക്സ് ഫുട്ബോളിൽ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് യൂൾഡ്രിമെ എന്ന് പറയുന്ന 3ാമത്തെ ഫിഫ പ്രസിഡന്റ്, അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ടായി. കാരണം കളി കാണാൻ ആകെ ഒരു 300 ആളാണ്. 300 പേര് കളിക്കുന്നു. ഉറുഗ്വേ കളിക്കുക 300 പേരാ. അദ്ദേഹം അപ്പോൾ തന്നെ പറഞ്ഞു, ഇത് പറ്റില്ല, നമുക്കൊരു പ്രത്യേകമായൊരു ഫുട്ബോൾ വേണം. അവിടുന്ന് ഫിഫ തുടങ്ങുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ആദ്യം എതിർത്ത്, പക്ഷെ അദ്ദേഹം വാശിയോടെ നിന്ന് ഇന്ന് ലോകത്തിൽ ഫുട്ബോളിൻ്റെ പ്രധാനപ്പെട്ട കളി എന്ന് പറയുന്നത് ഫിഫയല്ലേ. ആ ഫിഫ കപ്പ് നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണും നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മൾ എങ്ങനെയും കാണും. അത് സ്ത്രീയും പുരുഷനും ഒന്നും വ്യത്യാസമില്ലാതെ. എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്മൂമ്മയുണ്ട്. അമ്മമ്മ എന്നോട് ചോദിക്കും, ബ്രസീൽ ജയിക്കും? അമ്മ ബ്രസീലിൻ്റെ ഒരു കളിക്കൊരു മനോഹാരിത ഉണ്ടല്ലോ. സാമ്പ നൃത്ത ചുവടും ഫുട്ബോളും നമ്മൾ ചേർത്തിട്ട്. ആ കളി ഇപ്പോഴില്ല, അതവരുടെ പ്രത്യേകതയായിരുന്നു. ലോകത്തിലെ ഫുട്ബോളിൽ രാജാക്കന്മാരായി പലരെയും കൊണ്ടുവന്നത് അവർ ഓരോരുത്തരെയും കളിമെടുക്കുക. ഇവിടെ പറഞ്ഞല്ലോ, നമ്മളിപ്പം ബാഴ്സലോണ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ പ്രൊഫഷണൽ ടീമാണ് ബാഴ്സലോണയാണ് മെസ്സിയെ ഇന്ന് ജീവിക്കുന്ന മെസ്സിയാക്കി മാറ്റിയത്. മെസ്സിക്ക് ശരീരത്തിൻ്റെ വളർച്ച ബ്ലോക്കായിരിക്കുന്നു, വയറുന്തിപ്പോയിരിക്കുന്നു, ഇവൻ എന്ത് ചെയ്യുമെന്നാണ് കുടുംബക്കാരാലോചിച്ചത്. അപ്പോഴാണ് അവിടെ ഒരു സെലക്ഷൻ വന്ന, ആ സെലക്ഷൻ കുട്ടികളെ സെലക്ട് ചെയ്യുക. ഇവൻ്റെ പന്തടക്കം കണ്ടിട്ട് കോച്ച് പറഞ്ഞു ഇവനെടുക്കണം.
അപ്പോൾ അവർ പറഞ്ഞു വലിയ ചെലവ് വരുമല്ലോ, ബാഴ്സലോണയുടെ വലിയ ആശുപത്രിയാണ്, ലോകത്തിലെ കൊള്ളാവുന്ന സ്പെഷ്യൽ ആശുപത്രികളൊന്നാണ്. അവിടെ കൊണ്ടുപോയി 7 മാസക്കാലം ചികിത്സിച്ചു മെസ്സി എന്ന കൊച്ചനെ ഇവർ വളർത്തിക്കൊണ്ടുവന്നു. അതാ മെസ്സി പറഞ്ഞത് 22 വർഷത്തെ ബന്ധം എൻ്റെ കുടുംബ ബന്ധത്തെക്കാളും വലുതാണ് ബാഴ്സലോണയുമായിട്ട്. അങ്ങനെ കളിക്കാരെ വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുത്ത് കൊണ്ടുവരണമെങ്കിലോ ഇപ്പം ഇപ്പോഴും സ്പെയിൻ ഏറ്റവും നന്നായി ഇപ്പം മുന്നോട്ട് വരുന്ന ഒരു രാജ്യമാണ് സ്പെയിൻ. ആ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഞാനൊരു തവണ അന്വേഷിച്ചപ്പോൾ ഡൽഹിയിൽ വെച്ചിങ്ങനെ ഈ പലരുമായി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു സ്പെയിൻ ചെയ്യുന്നത് ക്യാമ്പസ് സെലക്ഷൻ അല്ല, സ്കൂൾ സെലക്ഷനാണ്. എല്ലാ സ്കൂളുകളിലും പോയിട്ട് 5ാം തരത്തിൽ പഠിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് കൊണ്ടുവരും. ആ കുട്ടികളെയാണ് കോച്ചിങ് ക്യാമ്പിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുക. 10 വർഷം കൊണ്ട് ആ കുട്ടി ഒരു നല്ല ഫുട്ബോളറായി വരും. 5ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ 10 വർഷം കൊണ്ടവൻ നാട്ടിലെ വലിയ ഫുട്ബോളറായി വരും. നമുക്ക് വല്ല പദ്ധതിയുണ്ടോ? ഇല്ല. നമുക്കെന്താ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പാർലമെന്റിൽ ചെല്ലുമ്പം അവിടെ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു ഞാനൊരു ഫുട്ബോളുമായി ബന്ധപ്പെട്ടവനാണ്. എൻ്റെ ബയോഡാറ്റയിൽ പ്രത്യേകം എഴുതിയിരിക്കുന്നുണ്ട് ഫുട്ബോളർ എന്ന് എഴുതിയിരുന്നു. അതെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു സന്തോഷത. അവിടെ വെച്ച് പ്രഫുൽ പട്ടേൽ എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പോകണം കൽക്കത്തയിൽ കളി കാണാൻ. കൽക്കത്തയിൽ കളി കാണാൻ പോയപ്പം അവിടുന്ന് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് ഞാൻ കേരളത്താന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു IM വിജിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത ഫ്രണ്ടല്ലേ, പലരും എന്നെ തൊട്ട് അത്രമാത്രം IM വിജയൻ എന്ന് പറയുന്ന ആ കറുത്ത മുത്തിനെ അവരത്ര ഇഷ്ടപ്പെടുക. അപ്പം നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട കളിക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടുകാരെയും കളിക്കാൻ അയക്കണമെങ്കിലോ വലിയ ചെലവാണ്. കല്ലറക്കൽ ചെയ്യുന്നത് ചെറിയ ഏർപ്പാടാണ്, ഇത് വലിയ ചെലവാണ്. നേരത്തെ സുരേന്ദ്ര സാർ പറഞ്ഞ പോലെ നമുക്ക് ഈ ചെലവിനെ എത്തിപ്പിടിക്കാൻ ഒരു വലിയ പ്രയത്നം വേണം. നമ്മുടെ നാട് ഒരുമിച്ച് നിൽക്കണം. ഇവിടെ പറഞ്ഞ് ശരിയാണ്, ഞാൻ അസോസിയേഷൻകാരെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമാണ്, ഒരു അസോസിയേഷനും ഫുട്ബോൾ വളരണം എന്ന ചിന്ത മനസ്സിൽ കാര്യമായില്ല. അവർക്കൊക്കെ എന്താ, അവരെ സ്ഥാനമാണ് വരുന്നത്. സ്ഥാനത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ ഗെയിമിനെ കച്ചവടത്തിനുള്ള വഴിയാക്കി മാറ്റുന്ന ഒരു സ്ഥിതി നമ്മുടെ ഈ ഫുട്ബോളിനെ തകർത്തു എന്ന കാര്യം തർക്കമേ ഇല്ല. 1950 വേൾഡ് കപ്പിൽ നേരിട്ട് വിളിച്ചൊരു രാജ്യമാണ് നമ്മൾ. ഫിഫ കപ്പിൽ എന്താ പോവായിരുന്നത്, എന്താ ന്യായം? അതിനുശേഷം നമുക്ക് അതിൻ്റെ വഴി എത്തി നോക്കാൻ പറ്റും ഇതുവരെ? അന്ന് പോയെങ്കിലോ ന്യായം പറഞ്ഞെന്താണെന്നറിയാം, ബോട്ടിട്ട് കളിക്കാൻ പരിശീലന. പരിശീലനത്തിന് വലിയ കാലം വേണോ? പരിശീലനത്തിന് വലിയ കാലം വേണ്ടല്ലോ. ഒന്നും ചെയ്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഫുട്ബോൾ വേണം. പേരിന് ഫുട്ബോൾ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഫുട്ബോളിൽ വല്ലതും ചെയ്യൂല. ആ ഫുട്ബോളിലുള്ള കാശോ ആ കാശ് അവർക്കുള്ള സൗകര്യത്തിനോട് ഉപയോഗിക്കും. കാരണം ഇതൊക്കെ ഈ കളിക്കാരെ കൊണ്ടുവരുമെന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും കണ്ടതാ. കളിക്കാർ ഏതെങ്കിലും ലോക്കൽ കമ്പാർട്ട്മെന്റിൽ പോകും, അവർ രാജകീയമായി AC ചെയർക്കാരൻ സഞ്ചരിക്കും. അല്ലേ? മഞ്ജുലക്ക് അറിയാലോ. ഇതാണ് കളിക്കാർ എന്ന് പറഞ്ഞ ഒരു അടിമകളെ പോലെയാ ഫുട്ബോൾ മേധാവികൾ, അസോസിയേഷൻകാർ. അതിന്ന് മാറി ഒരു ചെറിയ ചലനം ഇപ്പോൾ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം കേരള ഫുട്ബോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ അവരുമായി സംസാരിച്ചപ്പം അവർക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്. ആ ഐഡിയാസിനോട് സഹകരിക്കാൻ ഈ നാട് ഒരുമിച്ച് നിൽക്കും. രാഷ്ട്രീയം വേറെയാ. ഫുട്ബോൾ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിനേക്കാളും മേലെയാ. ജനങ്ങളെല്ലാം കൂടി ചേർന്നൊരു കൂട്ടായ്മയാണ് ഫുട്ബോൾ. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ ഫുട്ബോളുമായി ബന്ധപ്പെടും. നമ്മളിപ്പം കൊച്ചായി കിടക്കുമ്പോൾ ഒരു പന്ത് കൊണ്ട് ഒരു കാലെടുത്തിട്ട് കൊച്ചു കാലുകൊണ്ട് തൊട്ടു. അത് നൈസർഗികമായുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം നമുക്ക് ശരിക്കും ഉപയോഗിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞെങ്കിൽ നമ്മുടെ നാടിനും വലിയ പ്രയാസമൊന്നുമില്ല കേട്ടോ. ഇന്ത്യ മഹാരാജ്യത്തിന് നല്ല
ഒരു ഫുട്ബോൾ ടീമിനെ ലോകത്ത് എവിടെയും അയക്കാൻ നമുക്ക് കഴിയും. ഇപ്പം നമ്മൾ ആലോചിക്കുന്നതല്ലേ നമുക്കെന്താ ഇപ്പം നോക്ക്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താ, ഈ കേരളത്തിൽ ഹോക്കി കാര്യമായിട്ടില്ലെങ്കിലും നമ്മളെ ശ്രീജേഷില്ലേ, അവനെ കെട്ടിപ്പിടിക്കണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ നാട് ഒരുമിച്ച് ആ ചെറുപ്പക്കാരുടെ കൂടിയല്ലേ 3 പെനാൽറ്റി കോർണറുകൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് ജയിപ്പിച്ചില്ലേ. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന രാജ്യം, പഴയ കാലത്ത് ഈ ഹോക്കിയിൽ ധ്യാൻ ചന്ദ് ആയിരുന്നു. ധ്യാൻ ചന്ദ് മാന്ത്രികനാണ്. അദ്ദേഹം യൂറോപ്പിൽ പോയി കളിക്കാൻ വേണ്ടി പോയ ആളുകളിലും പറഞ്ഞു മന്ത്രപാടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇയാൾ ഹോക്കി സ്റ്റിക്ക് വലിച്ചെറിഞ്ഞ് ഒന്ന് പകരമെടുത്ത് അതിനുശേഷം 6 ഗോൾ അടിച്ചു അദ്ദേഹം. അത് ധ്യാൻ ചന്ദ് മാന്ത്രികൻ. ആ ധ്യാൻ ചന്ദിന് ശേഷം ലോകം കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഹോക്കി താരമാണ് നമ്മുടെ നാട്ടിൽ വളർന്ന ശ്രീജേഷ്. നമുക്കതൊരു അഭിമാനമല്ലേ, അഭിമാനമില്ലേ അത്? അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് സുരേന്ദ്ര സാറേ അദ്ദേഹത്തോട് പത്രക്കാരും മീഡിയക്കാരും ചോദിച്ചപ്പോൾ എന്ത് വിനയമാണെന്നറിയോ? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാജ്യം ജയിക്കണമെന്താ മനസ്സിൽ. എൻ്റെ കളിയല്ല എനിക്ക്, ഞാൻ രാജ്യത്തിന് വേണ്ടി എൻ്റെ ജീവിതം അർപ്പിക്കാൻ തയ്യാറാണ്. എൻ്റെ രാജ്യം ജയിക്കണമാരും ജയിക്കാത്തതിലുള്ള ദുഃഖം എനിക്കുള്ളത്. ഒരു രാജ്യസ്നേഹം, കളിക്കാനും രാജ്യസ്നേഹം, മറ്റേ ഞാൻ പറയുന്നില്ല. പിൻവാതിലൂടെ ഈ കളിയിൽ നമ്മുടെ രാജ്യം മുഴുവൻ ആ യുവതിയില്ലേ, പെൺകുട്ടി, ആ യുവതിയുടെ കൂടെ നമ്മൾ രാജ്യം മുഴുവൻ നിൽക്കുമ്പോൾ അവസാനം ഒരു വിദ്വാൻ പിൻവാതിലൂടെ അവിടെ പോയി. എടാ, ഒളിമ്പിക്സ് ഗ്രൗണ്ടിൽ എത്ര മര്യാദകളാ അത്! ഒരു ഗെയിമിലൂടെ നമ്മളെ നാട് കാണിക്കുന്ന മര്യാദകളല്ലത്. അതുകൊണ്ട് മിസ്റ്റർ സ്റ്റീഫൻ, നിങ്ങളെ കൂടെ ഞങ്ങളുമുണ്ട്, ഈ നാട് ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഒരു പ്രസ്ഥാനം ആരംഭിക്കാം. ആ പ്രസ്ഥാനത്തിൽ നിങ്ങളെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും. സുരേന്ദ്ര സാറുണ്ടാവും, വിക്ടർ മഞ്ചലുണ്ട്, പിന്നെ ഫാദർ പിന്നെ ഞാനിതൊരു ഏതാണ്ട് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ഒരു കോളേജാണ്. പഴയ കാലത്തെ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് നമ്മളെ കൂടി ഉണ്ടാവും. നമുക്കെല്ലാവർക്കും കൂടി ഒരു പരിശ്രമിക്കാം. തൃശ്ശൂർ നല്ല സ്ഥലമാണ്. ചാക്കോള ട്രോഫി ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് ലക്കി സ്റ്റാർ വന്നിട്ട്, ലക്കി സ്റ്റാറിൻ്റെ യൂണിഫോം ചോദ്യ യൂണിഫോമാണ്. അപ്പോൾ തൊഴിലാളികളും വിചാരിച്ചതല്ല കമ്മ്യൂണിസ്റ്റാന്നാ. ഒന്നുമല്ല കേട്ടോ. അപ്പോൾ അവരെന്ത് എന്ന് പറഞ്ഞാൽ അവർ തലയെ കെട്ടിയിരിക്കുന്ന ചുവന്ന കുപ്പായുള്ള വോട്ടർമാരല്ലേ, അവരെല്ലാം കളിക്കാർ എടുത്തുകൊണ്ട് പോവുക നമ്മളെ ആളാന്ന് പറഞ്ഞിട്ട്. അതൊരു പഴയ കഥ. ചാക്കോള ട്രോഫിയിൽ ഇവിടെ നല്ല കളി കളിച്ചാന്ന് ലക്കച്ചാറന്ന്. ലക്കച്ചാർ 3 ട്രോഫി, 3ാമത്തെ ഇവിടെയായിരുന്നു. അപ്പൊ കളിയുടെ രംഗത്ത് നമ്മളെല്ലാം മറക്കുക. അങ്ങനെ മറക്കുന്നത് എന്തിനാ? നമ്മളെ നാടിന് വേണ്ടിയാ. നമ്മുടെ നാട്ടിൻ്റെ വളർച്ച ഈ കളി കൂടിയാണെന്ന ബോധം നമുക്കുണ്ടാവണം. ആ ബോധം വളർത്തിയെടുക്കാനുള്ള ഒരു വലിയ സംരംഭം, ഇതുപോലെ ഒരു സംരംഭം, അതും ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയല്ലോ, അതല്ലേ ഇദ്ദേഹത്തിന് അങ്ങനെ ഐഡിയ തോന്നി. ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ച് എന്നിട്ട് ഇതുപോലൊരു സംവിധാനം ഒരുക്കി അദ്ദേഹത്തെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ അഭിനന്ദിക്കണമെന്ന് അറിയില്ല, എല്ലാമായി അഭിനന്ദിക്കുന്നു. ഈ പരിപാടി നമുക്കൊരു വലിയ വിജയമാക്കണം. പിന്നെ ഈ 3 പേര്, ഒന്ന് നമ്മളെ സ്പോർട്സ് ലേഖനമിടുന്ന ആള്, ഞാൻ അദ്ദേഹമായിട്ട് ആ രീതിയിൽ ഞാൻ പരിചയപ്പെട്ടില്ല. 2 കോച്ചുമാരോട് എനിക്ക് പറയാനുള്ളത്, 1970-ലാണല്ലോ 3ാമത്തെ തവണ ബ്രസീൽ പിന്നെ ഫിഫ കപ്പ് നേടിയത്. 58, 62, 66 പോയി 70 ആ കപ്പ് നേടുന്ന ആ ഫൈനൽ മത്സരം ഇറ്റലി ആയിരുന്നു എതിരാളി. 2-ൽ ആര് ജയിച്ചാലും തിരക്കുകളിൽ അവർക്ക് ഫിഫ കപ്പ് സ്വന്തം. അന്നത്തെ മത്സരത്തിന് പെലെ അതിനുശേഷം എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പുണ്ട്. പെലെ പറഞ്ഞത്, ഈ മത്സരം ജയിക്കണം. നമ്മൾ കളിക്കാരെല്ലാം ഒരു മുറിയിൽ കൂടിയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പ്രാപ്തനായ മാർപ്പാപ്പ തിരുമേനി ഇറ്റലിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. നമ്മളെന്ത് ചെയ്യും? നമ്മളെല്ലാവരും കൂടി പറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബ്രസീലിലെ ജനങ്ങളെല്ലാം ഒരുമിച്ച് കളി കാണാൻ വന്നവരെല്ലാം ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചു.
അവിടെ ജയിച്ചു. പെരേ പറഞ്ഞത് ഞങ്ങളുടെ മനസ്സിനകത്ത് ജയം മാത്രമായിരുന്നു. അതും ഗോലാങ്കുന്നിലുള്ള ദൈവത്തിന്റെ പ്രതിമയുണ്ട്, 2 കൈ ഇങ്ങനെ നീട്ടിയുള്ള പ്രതിമ. ആ പ്രതിമയെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ പോരാടിയത്. ആ പോരാട്ടത്തിൽ ജയിച്ചു, ഇറ്റലിയെ തോപ്പിച്ചു, 3ാമത്തെ തവണ ജയിച്ചു, യൂറോപ്യൻ കപ്പ് സ്വന്തമാക്കി. അതാ ഇറ്റലിയെ തോപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കളി. അപ്പൊ ഒരു കളിക്കാരന്റെ മനസ്സിനകത്തും നിങ്ങൾ നോക്കണം, അദ്ദേഹത്തിന്റെ മനസ്സിനകത്തും രാജ്യത്തിന് വേണ്ടി പോരാടി ജയിക്കണം, യുദ്ധം ജയിക്കണം എന്ന് പറയുമ്പോലാ ഈ കളി. എന്നാ അതിന്റെ കൂടി ഇത് പറയട്ടെ, യുദ്ധം നിർത്തിവെച്ചത് ഫുട്ബോൾ കളി കാണാനാണ്. യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 2 രാജ്യങ്ങളോട് അപേക്ഷിച്ചോ നമുക്കൊന്ന് ഫുട്ബോളിന് ഒന്ന് കാണാൻ സന്ദർഭമുണ്ടാകും. യുദ്ധം നിർത്തിവെച്ച് 2 ദിവസത്തേക്ക് ഫുട്ബോൾ കളി കഴിഞ്ഞ് വീണ്ടും യുദ്ധം തുടങ്ങി. അത് നമ്മുടെ ലോക ചരിത്രത്തിലുള്ള കാര്യമാണ്. അപ്പൊ ചരിത്രത്തിൽ ഫുട്ബോളിന് ഒരുപാട് നമ്മൾ അറിയാത്ത ഒരുപാട് കഥകളുണ്ട്. ഇവിടെ മഹാത്മാഗാന്ധിന്റെ സുരേന്ദ്ര സാർ ഇവിടെ പറഞ്ഞല്ലോ, അദ്ദേഹം 3 ടീമുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു ടീം, അവിടെ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യം ഒരു ടീം തുടങ്ങി, അതിനുശേഷം ഇവിടെ വന്ന് തുടങ്ങി. അദ്ദേഹം മാത്രമല്ല, ഒരുപാട് പേരുണ്ട് അതുപോലെ കളിക്കാർ. ആ കളിക്കാർ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ലോകപ്രസിദ്ധനായ കാർൽ മാർക്സ് ആദ്യമായ ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് എല്ലാവരും ഇതിനെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ്. എല്ലാ മഹാന്മാരും ഈ ഫുട്ബോളിന്റെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെയുള്ള ആളുകൾക്ക് ആ കാര്യത്തിൽ ഒരു താല്പര്യക്കുറവുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇദ്ദേഹം ഒരു ദൂതനായി, ദൈവത്തിന്റെ ദൂതുമായി ഇവിടെ വന്നിരിക്കുന്ന ഈ സ്റ്റീഫനെ നമുക്ക് അഭിനന്ദിക്കാം, അഭിവാദ്യം ചെയ്യാം. ഇന്ന് അവാർഡ് കിട്ടിയ 4 പേരെ അഭിനന്ദിക്കുന്നു. ഇനിയും ഒരുപാട് അവാർഡ് കിട്ടാൻ തക്ക രീതിയിൽ നിങ്ങൾ പ്രവർത്തിയുടെ കോച്ച് എന്ന് പറഞ്ഞ ഒരു ടീമിനെ ജയിപ്പിക്കാൻ പറ്റിയ പ്രാപ്തനാ കോച്ച്. ഓർമ്മയുണ്ട, അർജന്റീനയെ തോപ്പിച്ചത് അവസാന നിമിഷം ആ ക്ലോസ് എന്ന് പറയുന്ന കളിക്കാരനെ തിരിച്ചു വിളിച്ച് 2 മിനിറ്റ് കളി തീരാൻ ഗോഡ്സിനെ ഇറക്കി. ഗോഡ്സിനെ നേരത്തെ ക്ലോസിയെ മാർക്ക് ചെയ്ത 2 ഡിഫൻഡർമാർ കൺഫ്യൂഷൻ ആയപ്പം ഗോളടിച്ച്. അതാ കോച്ചിന്റെ വൈദഗ്ധ്യം. അപ്പൊ കോച്ചുമാർ സന്ദർഭം ശരിക്കും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതായിരിക്കുമല്ലോ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.